സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികൾക്ക് ഇനി നടക്കാം. ജിഗേറ്റർ പീഡിയാട്രിക്സിലൂടെ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളെ നടത്തം പരിശീലിപ്പിക്കുന്ന റോബോട്ട് വികസിപ്പിച്ച് തിരുവനന്തപുരം ജെൻ റോബോട്ടിക്സ്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സമന്വയമാണ് ജിഗേറ്റർ പീഡിയാട്രിക്സ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയുള്ള റോബോട്ടിക് സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സ് ആണ് സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടികൾക്ക് ചലനശേഷി വീണ്ടെടുക്കാൻ നടത്തം പരിശീലിപ്പിക്കുന്ന റോബോട്ടിനെ വികസിപ്പിച്ചത്. മസ്തിഷ്കാഘാതം, തളർവാദം, അപകടം മൂലം നട്ടെല്ലിനുണ്ടായ ക്ഷതം, സെറിബ്രൽ പാൾസി എന്നിവയാൽ ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ് ജിഗേറ്റർ പീഡിയാട്രിക്സ്. മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഒരു ഗെയിമിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഒരു പ്ലേ സ്റ്റേഷൻ പോലെ ഈ ട്രീറ്റ്മെന്റിനെ, ഗെയിറ്റ് ട്രെയിനിങ്ങിനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ജിഗേറ്റർ പീഡിയാട്രിക്സ്. പേശികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ കെൽപ്പുള്ള തരത്തിലാണ് മോട്ടോറുകളുടെ പ്രവർത്തനം. മുതിർന്നവർക്കുള്ള ജിഗേറ്റർ മുൻപ് ജെൻ റോബോട്ടിക്സ് പുറത്തിറക്കിയിരുന്നു. ഇപ്പം നമ്മൾ ബാക്കിൽ കാണുന്നത് ജിഗേറ്ററിന്റെ അഡൾട്ട് വെർഷനാണ്. 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള അഡൾട്ട് വെർഷൻ. ഇതിപ്പോൾ ഏകദേശം 7ഓളം ഹോസ്പിറ്റൽസിൽ കേരളത്തിൽ വർക്കിംഗ് ആണ്. കൂടാണ്ട് ഇപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുതിർന്നവർക്കുള്ള ജിഗേറ്ററിൽ നിന്ന് ഒട്ടേറെ മാറ്റങ്ങൾ ജിഗേറ്റർ പീഡിയാട്രിക്സിനുണ്ട്. പീഡിയാട്രിക് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടുള്ള രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായിരുന്നു മേജറായിട്ട് ഞങ്ങൾ എഞ്ചിനീയറിംഗിലുള്ള ഇപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതായിരുന്നു എഞ്ചിനീയറിംഗ് രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ജിഗേറ്റർ പീഡിയാട്രിക് എന്നുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ്, ഇപ്പോൾ VR ഹെഡ്സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. അതായത് ഇപ്പോൾ പിള്ളേർക്ക് അപ്പോൾ അവർക്ക് വിഷ്വലി കണ്ട് അതിൽ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ അതൊരു മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. വരും നാളുകളിലും വിപ്ലവകരമായ മാറ്റം വൈദ്യശാസ്ത്ര രംഗത്തും മൂവ്മെന്റ് ടെക്നോളജിയിലും കൊണ്ടുവരാനാണ് കമ്പനിയുടെ ശ്രമം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കിപ്പം ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ജെൻ റോബോട്ടിക്സ് ചെയ്ത കാര്യം വളരെ മികച്ച ഗുണകരമായ ഒരു കാര്യമാണല്ലേ? പറയൂ. ജെൻ റോബോട്ടിക്സ് എന്ന കമ്പനിയെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വാർത്തകളിലൊക്കെ പലപ്പോഴായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. മുൻപ് പലപ്പോഴായി പല പ്രൊഡക്റ്റുകളും ഇത്തരത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. ആ പ്രൊഡക്റ്റുകളൊക്കെ തന്നെ പൊതുജനത്തിനും അതേപോലെ തന്നെ വൈദ്യരംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ചില പ്രൊഡക്റ്റുകളാണ് ഇത്തരത്തിൽ ജിഗേറ്റർ എന്ന പ്രൊഡക്റ്റ്. അത് മസ്തിഷ്കാഘാതം സംഭവിച്ചിട്ടുള്ള ആളുകൾ, അത് പല രീതിയിൽ പിന്നീട് ശരീരത്തിന്റെ ചലനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിന്റെ ചലനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തരത്തിൽ മൂവ്മെന്റുകൾ നൽകി അത്തരത്തിൽ വീണ്ടും ചലനാത്മകത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ ആ സമയത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ആമേഴഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണുപോകുന്ന ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായി. ആ സമയത്ത് ആളെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് അവർ തന്നെ ഇറക്കിയിട്ടുള്ള ചില പ്രൊഡക്റ്റുകളുമുണ്ട്. അപ്പോൾ എന്തായാലും എടുത്തു പറയേണ്ട ഒന്നാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ജിഗേറ്റർ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ സംവിധാനവും. അത് കുട്ടികൾക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് തീരാമോ ആ തരത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുമുള്ളത്. അപ്പം കുട്ടികൾക്ക് പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ സെറിബ്രൽ പാൾസി ബാധിച്ചവർ, അതേപോലെ മസ്തിഷ്കാഘാതം സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ നട്ടെല്ലിന് ക്ഷതമേറ്റ് പിന്നീട് കാലുകൾ ചലിക്കാത്ത അവസ്ഥ, ആ ഒരു സമയത്തൊക്കെ ഒരു ഫിസിഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ എങ്ങനെയാണ് അറിയാം, നമുക്കറിയാം തീർച്ചയായും ഒരു അപകടത്തിൽ കിടപ്പിലായി പോയ ആളെ പരിചരിക്കുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ്. അവിടെ കൃത്യമായ ഫിസിയോതെറാപ്പി ഒക്കെ നടത്തിയാൽ മാത്രമേ ഒരു ചെറിയ മൂവ്മെന്റ് എങ്കിലും കാലിനുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികളിലേക്ക് വരുമ്പോൾ അത് പിന്നെയും വലിയ പാടാകും. ആ സമയത്താണ് ഇത്തരത്തിലൊരു ജെൻ റോബോട്ടിക്സ് ജിഗേറ്റർ പീഡിയാട്രിക്സ് എന്ന ഒരു മെഷീൻ ഇറക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചലനാത്മകതയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾക്ക് കൃത്യമായി നിൽക്കാനും അതേപോലെ തന്നെ കാലുകളുടെ മൂവ്മെന്റുകൾ കൃത്യമാക്കാനും പിന്നീട് ഭാവിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു പേശി ക്ഷമതയും കാര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ആ മെഷീന്റെ പ്രവർത്തനവും മുൻപോട്ട് പോകുന്നത്. അത്തരത്തിൽ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾ ഈ കമ്പനി മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രൊഡക്റ്റ് എന്തായാലും ജനകീയമാവേണ്ടതുണ്ട്, എല്ലാവരിലും
എത്തേണ്ടതുണ്ട്. ഒരിടത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കണ്ടുപിടുത്തമല്ല, മറിച്ച് ഇത് ആഗോളതലത്തിൽ തന്നെ പോകേണ്ട ഒരു കണ്ടുപിടുത്തമാണ്. പ്രത്യേകിച്ച് അത് തിരുവനന്തപുരത്ത് തന്നെയാണ് നിർമ്മിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നതും ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ നടന്നെന്ന് പറയുമ്പോൾ അതിലാണ് എനിക്കൊരു അത്ഭുതമുള്ളത്. കാരണം ഇവിടെ ഇത്തരത്തിലൊരു ഇന്നോവേഷൻ നടന്നിട്ടുള്ളത് വളരെ ചുരുക്കമായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് കൂടെ വലിയ കാൽവയ്പാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി നടത്തിയിട്ടുള്ളത്. മുൻപ് നടത്തിയിട്ടുള്ള അവരുടെ തന്നെ പ്രൊഡക്റ്റുകൾ, മുൻപ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഇത്തരത്തിൽ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ജനകീയമാവേണ്ടതുണ്ട്, എല്ലാവരിലുമേക്കും എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഗൂഗിൾ എന്തായാലും ജെൻ റോബോട്ടിക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വലിയൊരു കാൽവയ്പ് തന്നെയാണ്. പുത്തൻ സാങ്കേതിക വിദ്യകളുടെ സമന്വയം കൂടിയാണ് ഈ ജിഗേറ്റർ പീഡിയാട്രിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ തത്സമയം റിപ്പോർട്ടിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കാണാം.